Hi friends, good morning. Today we would like to discuss about performance appraisal. It's a very important topic. നമ്മൾ ഏത് ടോപ്പിക് എടുക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. എന്നാലും ഈ ഒരു ചാപ്റ്ററിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പറയുമ്പോൾ അതിൽ മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ ഒരു ലെസ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്കുകളും ഉണ്ടാവും. പക്ഷേ ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്കുകളും മസ്റ്റായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ഒരു പോർഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒന്നിലധികം ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ചാപ്റ്ററിന് കുറച്ചുകൂടെ അധികം വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് പെർഫോമൻസ് അപ്രൈസലിലേക്ക് കടക്കാം. പെർഫോമൻസ് അപ്രൈസൽ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, പ്രോസസ്, മെത്തേഡ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഇങ്ങനെ ഒരു 5 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പെർഫോമൻസ് അപ്രൈസൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പെർഫോമൻസ് അപ്രൈസൽ ആ ഒരു ടേമിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പെർഫോമൻസ് ആൻഡ് സെക്കൻഡ് വൺ അപ്രൈസൽ, റൈറ്റ്? സോ വാട്ട് ഈസ് പെർഫോമൻസ്? പെർഫോമൻസ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ധാരണയുണ്ട്, പക്ഷെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഓക്കെ, what I'm doing now, ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? I'm performing, right? What I'm doing, I'm executing my duty. My duty is to deliver classes to my students, so I'm executing my duty. So performance means execution of one's own duty. ഒരാൾ അയാളുടെ ഡ്യൂട്ടി എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ടേം ഇസ് അപ്രൈസൽ. വാട്ട് ഈസ് അപ്രൈസൽ? അപ്രൈസൽ മീൻസ് ഇവാലുവേഷൻ ഓർ റേറ്റിംഗ്, നമ്മുടെ ക്വാളിറ്റി അസസ് ചെയ്യുക, അതാണ് അപ്രൈസൽ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. എപ്പോഴും ആരുടെ പെർഫോമൻസ് ആയിരിക്കും ഓർഗനൈസേഷനിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ആയിരിക്കും. സോ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി ഇത് കുറച്ചുകൂടെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നമുക്ക് അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ, വെരി സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ് സ്കോട്ട്, ക്ലോത്രി ആൻഡ് സ്പ്രേഗലിൻ്റെ ഡെഫിനേഷൻ. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദി എംപ്ലോയീസ് പെർഫോമൻസ് ഓൺ ദ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ് ഓർ ഇൻ ടേംസ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ജോബ്. ഓക്കെ, സോ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടേംസിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, ഇപ്പോൾ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ടീച്ചറിൻ്റെ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം, പിന്നെ കുട്ടികളുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഒരു ടീച്ചർക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു 2 ക്വാളിറ്റി മാത്രം എടുക്കാം. സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ഇത് രണ്ടും ഉണ്ടായിരിക്കണം. ഇത് 2 റിക്വയർമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. 2 അല്ല, ഒരു 10-15 എത്ര വേണമെങ്കിലും നമുക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഓക്കെ, പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഗ്രി ലെവലൊക്കെ പഠിപ്പിക്കാനാണെങ്കിൽ അവർക്ക് PG പ്ലസ് നെറ്റ് ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ പെർഫോമൻസിനെ ഒന്ന് തട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടോ, അവർക്ക് നല്ല സബ്ജക്റ്റ് നോളജ്, അവർ എടുക്കുന്ന സബ്ജക്റ്റിൽ നല്ല നോളജ് ഉണ്ടോ, പിന്നെ അവർ എടുക്കുന്ന കാര്യം കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു അവരുടെ ആ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അതേസമയം ഒരു സെയിൽസ്മാൻ എന്നുള്ളൊരു ജോബിന് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ള ജോബിന് വേണ്ടുന്ന ക്രൈറ്റീരിയാസ് ഇതൊന്നും ആയിരിക്കില്ല അല്ലേ? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ്, അത് ശരിക്കും ടീച്ചേഴ്സിനാണ് ആവശ്യം. ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള ഒരു സ്കിൽ ഉണ്ടാവണമെന്നുണ്ടോ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓരോ ജോബിൻ്റെ അനുസരിച്ച് നാച്ചുറിനനുസരിച്ച് അതിൻ്റെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവാലുവേഷൻ നടത്തുന്നത് ഏതുമായിട്ട് താരതമ്യം ചെയ്തിട്ടായിരിക്കും ആ ഒരു ജോബിന് ആവശ്യമുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജോബിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എംപ്ലോയിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്
പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചു വെച്ചാലും മതി. കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഡെയിലി ഓർഡറിൻ്റെ ഡെഫിനിഷൻ. സിമ്പിളാണ്, ബട്ട് കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് എല്ലാ തലങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഡെഫിനിഷനാണ് ഡെയിലി ഓർഡർ തന്നിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹെം, പെർഫോമൻസ് അപ്രൈസൽ ഇൻക്ലൂഡ്സ് ഓൾ ഫോർമൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് പേഴ്സണാലിറ്റീസ്, കോൺട്രിബ്യൂഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇൻ എ വർക്കിംഗ് ഓർഗനൈസേഷൻ. It is a continuous process to secure information necessary for making correct and objective decisions on employees. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പേഴ്സണാലിറ്റീസ്, കോൺട്രിബ്യൂഷൻസ്, പൊട്ടൻഷ്യൽസ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫോർമൽ പ്രൊസീജിയേഴ്സിൻ്റെ മൊത്തത്തിൽ പറയുന്ന പരിപാടിയാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ എംപ്ലോയീസിൻ്റെ മുകളിലുള്ള കറക്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എംപ്ലോയീസിൻ്റെ മുകളിലുള്ള ഡിസിഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ് നീഡ്സ്, പിന്നെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡെയിലി ഓർഡറിൻ്റെ ഡെഫിനേഷനും വളരെ സിമ്പിളാണ്, പക്ഷെ കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ദെൻ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിനൊരു ക്ലിയർ കട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ എംപ്ലോയീസ് എത്ര വൃത്തിയായിട്ടാണ്, എത്ര നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇതൊരു പീരിയോഡിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് മന്ത്ലി ബേസിലുണ്ടാവും, ഹാഫ് ഇയർലി ബേസിൽ അല്ലെങ്കിൽ ഇയർലി ബേസിലൊക്കെ ആയിരിക്കും. മെയിനായിട്ടുള്ള ഓർഗനൈസേഷൻസിൽ എപ്പോഴും ഇയർലി ബേസിലൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽ നടക്കുന്നത്. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ബേസിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഒറ്റയടിക്ക് ഒരു ദിവസം, ബാക്കിയുള്ള ദിവസങ്ങളൊന്നും അവരുടെ പെർഫോമൻസിനെ ഒബ്സർവ് ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ചാടിക്കേറി പെർഫോമൻസ് ഇവാലുവേഷൻ എന്നുള്ളതല്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓൾ ടൈം അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനൊരു ഡെഫിനറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഓരോ ജോബിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഫ്രം ജോബ് ടു ജോബ് അതിൻ്റെ ഒരു നേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ എവറി ഓർഗനൈസേഷൻ. എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും പെർഫോമൻസ് അപ്രൈസൽ അല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ ഓഫ്ലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസിനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് എവിടെ ഉണ്ടോ അവിടെ എന്തുണ്ടാവും, ഇവാലുവേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്തൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു പോയിന്റ്സിലേക്ക് നിങ്ങൾ ഒരിക്കലും കൺഫൈൻഡ് ആവാൻ പാടില്ല. ഇത് ഞാൻ ചുമ്മാ കുറച്ച് പോയിന്റ്സ് അവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ്സിലേക്ക് കൺഫൈൻഡ് ആവാൻ പാടില്ല. ഇഷ്ടം പോലെ പോയിന്റ്സ് ആണ് നമുക്കുള്ളത് അല്ലേ. നമ്മുടേതായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിനാണ് ഒരാളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ, അയാൾ ഇപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അയാളുടെ ജോബ് പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, to evaluate or to understand or to improve the job performance of employees. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പോൾ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അത് ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ജോബ് ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇപ്പോൾ അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ അവർ പെർഫോം ചെയ്യുന്നത് അവരുടെ 100% ഒന്നും ആയിരിക്കില്ല അല്ലേ. അപ്പോൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവരുടെ ജോബ് പൊട്ടൻഷ്യാലിറ്റീസോ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ടാവും. ഈ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യാലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും പെർഫോമൻസ് ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റീവാണ്. അപ്പം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്രത്തോളം കഴിവുകൾ അവരിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാനും പെർഫോമൻസ് അപ്രൈസൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും, പിന്നെ അവർക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ അവർ വീക്കായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും, പിന്നെ ഓൾറെഡി കൊടുത്തിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ എഫക്റ്റീവ് ആണോ നോക്കാനും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് എഫക്റ്റീവ് ആണോ നോക്കണം. പിന്നെ ചിലപ്പോൾ നമ്മൾ റിക്രൂട്ട് ചെയ്തത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത്
പ്ലേസ് ചെയ്ത എംപ്ലോയീസ് സെലക്ഷനിലൊക്കെ നമ്മൾ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഹഡിൽസൊക്കെ ഓവർകം ചെയ്തിട്ടാണ് അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരിയായ ആൾക്കാരെ തന്നെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും സെലക്ഷൻ പ്രോസസ്സൊക്കെ കറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്ലേസ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ വേറൊരു ഒബ്ജക്റ്റീവാണ് എന്ത്, നമ്മുടെ സെലക്ഷൻ പ്രോസസ്സൊക്കെ എഫിഷ്യൻ്റ് ആയിരുന്നോ എഫക്റ്റീവ് ആയിരുന്നോ എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നതും എന്താണ്, പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ എംപ്ലോയീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, പിന്നെ കോച്ചിങ്, കൗൺസിലിംഗ്, കരിയർ പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇവാലുവേഷൻ കൊടുക്കുക. ഇവാലുവേഷൻ ചെയ്യുമ്പോൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എംപ്ലോയർ തമ്മിൽ നല്ലൊരു ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. സോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതും പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ഫർദറായിട്ട് എന്തെങ്കിലും ഈ HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റിസർച്ച് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക, അതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതും HR പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പീരിയോഡിക്കൽ ബേസിൽ, ഇപ്പോൾ ഇയർലി ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ പരിപാടി എന്താ, ഒരു ഇയറിലും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രൊമോഷൻ അല്ലെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻക്രിമെൻറ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രൊമോഷൻ അതുപോലെ ഇൻക്രിമെൻറ്റ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ അതും ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ട്രാൻസ്ഫർ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാം, പിന്നെ ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അവരുടെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. ഇതൊക്കെ ജോബ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, പിന്നെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലേ, മേ ബി അവർക്ക് എന്തെങ്കിലും പരാതി, കംപ്ലയിൻറ്റോ ഗ്രീവൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രീവൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനൊക്കെ പെർഫോമൻസ് അപ്രൈസലാണ് ഉപയോഗിക്കുന്നത്. സോ അതൊക്കെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, പിന്നെ മെയിനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എംപ്ലോയീസിനെ പരസ്പരം കമ്പയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് നിർത്താണ്ട് പറഞ്ഞു പോകാവുന്ന അത്രയും ടോപ്പിക്കുകൾ നമുക്കിതിൽ, പിന്നെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും വർക്കിംഗ് എൻവയോൺമെൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വെൽഫെയർ മെഷേഴ്സിലോ എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ്, അത് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും, റെമഡിയൽ ആക്ഷൻസ് ഓർഗനൈസേഷൻ കൊണ്ടുവരാം. ഇങ്ങനെ നിർത്താണ്ട് നമുക്ക് പറഞ്ഞു പോകുന്ന അത്രയും പോയിന്റ്സ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളൊരു ടോപ്പിക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ്. എന്താണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഓർഡർ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏത് പോയിന്റ്സ് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കുക എന്നുള്ള ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് അറിഞ്ഞാൽ മാത്രമേ അവരുടെ സ്ട്രെങ്ത് ഏതൊക്കെയാണ്, വീക്ക്നെസ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏത് പ്രോസസ്സ് പറയുമ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ് തന്നെയാണ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് ഈ പെർഫോമൻസ് അപ്രൈസൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്, അതായത് ഇവരുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കലാണോ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യാലിറ്റീസ്, അവരിലുള്ള പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കലാണോ, അങ്ങനെ അതിൻ്റെ ബേസിൽ അവർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണോ. അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, നമ്മൾ എന്തിനാണ് ഇവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. വെറുതെ നമ്മൾ ഒരാളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ വെറുതെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും ഓർഗനൈസേഷനിൽ എപ്പോഴും എന്തായിരിക്കും, എന്തെങ്കിലും ഒരു പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇവാലുവേഷനും കാര്യങ്ങളും നടത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണോ അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ക്രൈറ്റീരിയ അഗെയിൻസ്റ്റ് വിച്ച് ദ പെർഫോമൻസ് ഈസ് ഇവാലുവേറ്റഡ്. നമ്മൾ ഒരാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചില ക്രൈറ്റീരിയസ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. നമ്മളൊരു ടീച്ചർ മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു ക്രൈറ്റീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മിസ്മയ ടീച്ചർ നന്നില്ല അല്ലെങ്കിൽ മിസ്മയ ടീച്ചർ അത്ര പോരാ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഓക്കെ മിസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവാലുവേഷൻ നടത്തുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവാലുവേഷൻ നടത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യം എന്താണ്, ക്രൈറ്റീരിയ ആണ്, ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്
നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ജോബിനും ഓരോ ക്രൈറ്റീരിയാസ് ആയിരിക്കും നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരിക. ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ്, ആ സെറ്റ് എന്തൊക്കെയാണോ അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പേഴ്സണലായിട്ടുള്ള ക്രൈറ്റീരിയാസും ഉണ്ടാവും, അതുപോലെ ഫിസിക്കലായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ലോവർ ലെവൽ വർക്കേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഔട്ട്പുട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അവരെത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായിരിക്കും അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നന്നായിട്ടാണോ, നല്ല ഇത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അതിൽ കുറവൊക്കെ ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇച്ചിരി മോശമാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്രൈറ്റീരിയ, ഫിസിക്കലായിട്ടുള്ള ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്വാളിറ്റേറ്റീവ് നാച്ചുറലുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാം. അതായത് അവരുടെ ജോബിലെ നോളജ്, അവരുടെ ഹോണസ്റ്റി, പിന്നെ അവരുടെ കോപ്പറേഷൻ, അവരുടെ ലീഡർഷിപ്പ് എബിലിറ്റി, ലേണിംഗ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയാസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ജോബിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് ആ ക്രൈറ്റീരിയാസ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തെന്താണ്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ബോത്ത് ദി റേറ്റർ ആൻഡ് റേറ്റി, രണ്ടാൾക്കാരുടെ അടുത്തും പറയണം. ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ അടുത്തും നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ, ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതിന് ഏത് ക്രൈറ്റീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് തരുന്നുണ്ടെങ്കിൽ 10 മാർക്കാണുള്ളത്. അതിൽ ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റം പുതിയ സിസ്റ്റമാണോ അല്ലേ, 3 മാർക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽ, 3 മാർക്ക് സെക്കൻഡ് ഇൻറ്റേർണൽ, 4 മാർക്ക് അസൈൻമെൻറ്റ്, വൈവാർ, സെമിനാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളുടെ മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തു. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി ആയിരിക്കും, എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരുടെയും സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാ ഒരു റെപ്രസെൻറ്റേഷനുള്ളൊരു ഒരു ഗ്രൂപ്പായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റിൻ്റെ കയ്യിൽ വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അത് ടീച്ചേഴ്സിനെ മാത്രം അറിയിച്ചാൽ മതിയോ, പോരാ. അതെന്ത് ചെയ്യണം, നിങ്ങൾ കുട്ടികളെയും കൂടി അറിയിക്കണം. നിങ്ങൾ ഫസ്റ്റ് കോളേജിലേക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്സ് ഏത് ക്രൈറ്റീരിയൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് തരുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അതുപോലെ ടീച്ചേഴ്സിനും അതിനെ പറ്റിയിട്ടുണ്ടായിരിക്കണം ഒരു നോളജ് ഉണ്ടായിരിക്കണം. സോ കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ട് കൂട്ടർക്കും അറിയായിരിക്കണം. കാരണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയിന്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത പെർഫോമൻസ് അപ്രൈസലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യാം, ഈ രണ്ട് കൂട്ടരെടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ ടീച്ചേഴ്സിനോട് പറയുന്നു, അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കത് പറയാം. അതുപോലെ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ കുട്ടികൾക്കും എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഇപ്പോൾ തന്നെ അറ്റൻഡൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് എന്താണ് സജഷൻസ് ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5 അവറായിട്ട് ക്ലാസിഫൈ 5 അവറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ 5 അവറിൽ ഫസ്റ്റത്തെ 1 അവറിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ഡേ പോയി, ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും 1 അവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഡേ പോയി, അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ട്. പിന്നെ വേറൊരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അവറിലും അറ്റൻഡൻസ് ആണ്. 1 അവറിൽ ഇല്ലെങ്കിൽ അവർ ബേസ്ഡ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം 5 അവർ ഉണ്ട്, അതിൽ 1 അവർ ഇല്ലെങ്കിൽ 1 അവർ മാത്രമാണ് പോകുന്നത്, അവർക്ക് ഹാഫ് ഡേ പോകുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചേഞ്ചസും അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ് മെഷറിങ് ദി ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യുക, നമ്മൾ മെഷർ ചെയ്യുക. അത് ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കാം, അവരുമായിട്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും അത് മനസ്സിലാക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ഏത് രീതിയിലും റിപ്പോർട്ട്സ്, സൂപ്പർവൈസേഴ്സിൻ്റെ റിപ്പോർട്ട്, അവരുടെ സുപ്പീരിയറിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കാം. പല രീതിയുണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്ക് മെത്തേഡ്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സും തമ്മിൽ കമ്പയർ ചെയ്യാം. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ബേസിലാണെന്ന് വിചാരിക്കുക.
ഒരു ആളുടെ ആവറേജ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 100 ഔട്ട്പുട്ട്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 80 ഔട്ട്പുട്ട്സ് ആണ്, അല്ലെങ്കിൽ ഒരു 70 ഔട്ട്പുട്ട്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ ഒരു നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നുണ്ട്, അപ് ടു സ്റ്റാൻഡേർഡ് അവർ റീച്ച് ആയിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ. അപ്പോൾ എന്താണോ ഡീവിയേഷൻ, നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഡീവിയേഷൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡീവിയേഷൻസ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഡീവിയേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയ ആൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതിയോ? പോരാ, അതെന്ത് ചെയ്യണം, ഡിസ്കഷൻ വെക്കണം. ഓക്കെ, അതായത് നമ്മൾ എംപ്ലോയീസുമായിട്ടും അവിടെയുള്ള ആൾക്കാരുമായിട്ടും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഇങ്ങനെയാണുള്ളത്, ഡീവിയേഷൻസ് ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻസ് ഉണ്ട്, അപ്പോൾ ഈ നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യണം, എംപ്ലോയീസിനോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ റിസൾട്ട് അവർ അറിഞ്ഞാൽ മാത്രമേ അവരുടെ സ്ട്രെങ്ത് എന്താ, അവരുടെ വീക്ക്നെസ് എന്താ, അവർക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വന്നിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാൽ മാത്രമേ അവർക്ക് അത് ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതിൻ്റെ എന്തെടുക്കണം, ഫൈനൽ കറക്റ്റീവ് ആക്ഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു പ്രോസസ്സ് ആണെങ്കിലും ലാസ്റ്റ് നമ്മൾ അതിൻ്റെ റിവ്യൂ നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ റിവ്യൂവിൻ്റെ ബേസിൽ അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണോ ഷോർട്ട് കമ്മിങ് നമുക്ക് വന്നിട്ടുള്ളത് അത് ഓവർകം ചെയ്യാനുള്ള, ഇപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ കോച്ചിങ്ങോ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്സ് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കറക്റ്റീവ് ആക്ഷൻ എന്നുള്ളൊരു ഫേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പെർഫോമൻസ് അപ്രൈസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, ദെൻ features, objectives and process of performance appraisal. Clear? So thank you.